ഹലോ വെൽക്കം ടു കേരള സ്റ്റോക്ക് മാർക്കറ്റ് ഗൈഡ്. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീക്ക് നേർത്തുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് സെഷനിലേക്ക് പോവുകയാണ്. സോ പ്രീ മാർക്കറ്റിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇന്നത്തെ ടോട്ടൽ ഗ്ലോബൽ മാർക്കറ്റ് ന്യൂസസ് ആൻഡ് നിഫ്റ്റി ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആൻഡ് പ്രധാനപ്പെട്ട സ്റ്റോക്സ് ആണ്. സോ നമുക്ക് ഈ ആഴ്ചത്തെ മൂവ്മെൻറ്റ്സ് നോക്കുകയാണെങ്കിൽ S&P ആൻഡ് നാസ്ഡാക്ക് 25 ക്ലോസ് ചെയ്തത് പോസിറ്റീവായിട്ടാണ്. അമേരിക്കൻ മാർക്കറ്റ്സ് എല്ലാം സ്ലൈറ്റ്ലി ന്യൂട്രൽ ടു പോസിറ്റീവ് എന്നുള്ള രീതിയിലേക്ക് നമുക്ക് പോകാം. ആൻഡ് ഡോ ജോൺസ് നോക്കുകയാണെങ്കിൽ ഫ്യൂച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ പോസിറ്റീവായിട്ട് ട്രേഡ് ചെയ്യുകയാണ്. ഇപ്പോൾ യൂറോപ്യൻ മാർക്കറ്റ്സ് നോക്കുകയാണെങ്കിൽ തന്നെ ഇത്തിരി ലൈറ്റ്ലി പോസിറ്റീവ് ആണെന്ന് പറയാം. ആൻഡ് ഗിഫ്റ്റ് നിഫ്റ്റി ആണെങ്കിൽ ലൈറ്റ്ലി പോസിറ്റീവ് നോട്ടിൽ ഓപ്പൺ ചെയ്യുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ചെറിയൊരു ഗ്യാപ്പ് അപ്പ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇനിയുണ്ട് ടൈം, നമുക്കിപ്പോൾ നോക്കാം. ആൻഡ് നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി ലെവൽസ് നമുക്ക് പരിശോധിച്ച ശേഷം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസിലേക്ക് നമുക്ക് പോകാം. അപ്പോൾ നിഫ്റ്റി ആൻഡ് ബാങ്ക് നിഫ്റ്റി നമുക്ക് ഓവറോൾ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് ആണെന്നാണ് ഞാൻ പറയുന്നത്. നിഫ്റ്റി ഞാൻ പറഞ്ഞിരുന്നു, നമുക്ക് കണ്ടില്ല ഈ ഒരു ലെവലിൽ ഈ ഒരു ബേസിൽ നിന്ന് മാർക്കറ്റ് എത്ര പെർസെൻറ്റാണ് മൂവ്മെൻറ്റ് തന്നെ നോക്കിയാൽ ഒരു 7% മൂവ്മെൻറ്റ് തന്നിട്ടുണ്ടായിരുന്നു. മാർക്കറ്റ് 6 to 7% മൂവ് തന്ന ശേഷം ഒരു റീട്രേസ്മെൻ്റ് ആണ് മാർക്കറ്റ് ഇപ്പോൾ ചെയ്യുന്നത്. അതായത് ഇത്രയും വലിയൊരു മൂവ്മെൻറ്റ് തന്നാൽ എന്തായാലും ചെറിയൊരു ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് മാർക്കറ്റിലുണ്ടാവും. അത്ര ലൈറ്റായ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ആൻഡ് മാർക്കറ്റിലെ 1 hour ഇട്ട് നോക്കുകയാണെങ്കിൽ നമുക്കൊരു കാര്യം മനസ്സിലാവും. ഈ ഒരു റേഞ്ച് 25,680 എന്നുള്ള റേഞ്ച് ബയേഴ്സിന് സ്ട്രെങ്ത് തിരിച്ചു പിടിക്കാൻ പറ്റിയ ഒരു റേഞ്ചായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. 25,680 എന്നുള്ള സോൺ. ആൻഡ് നമുക്കത് കുറച്ചും കൂടെ മൈന്യൂട്ട് ലെവലിൽ ഇൻട്രാഡേ ലെവൽസ് പരിശോധിക്കുകയാണെങ്കിൽ ഈ ഒരു 2 ലെവൽസാണ് ഞാൻ മാർക്കറ്റിൽ ഒരു മേജർ ഡിമാൻഡ് ഏരിയയായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഒന്ന് 25,650 എന്നുള്ള റേഞ്ച്, 2 25,709 എന്നുള്ള റേഞ്ച്, പിന്നെ ഏറ്റവും റേഞ്ചായിട്ട് 25,495 എന്നുള്ള റേഞ്ച്. സോ മാർക്കറ്റ് ഈ ഒരു ഏരിയകളിലാണ് ട്രേഡ് ചെയ്യുന്നതെങ്കിൽ ഞാൻ ബുള്ളിഷ് ബൈസിൽ തന്നെ തുടരാനാണ് ഞാൻ ആഗ്രഹിക്കുക. മറിച്ച് ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് താഴെ വരുവാണെങ്കിൽ മേ ബി ഒരു ചെറിയ ഒരു ബെയറിഷ് ബൈസിലേക്ക് നമുക്ക് പോകേണ്ടി വരും. സോ ഇത്രയും ഈ ഒരു ഏരിയ വരെ ഹോൾഡ് ചെയ്യുകയാണ്. 25,400 വരെയൊക്കെ ഹോൾഡ് ചെയ്യുവാണെങ്കിൽ മാർക്കറ്റിൽ നമുക്കൊരു പോസിറ്റീവ് ബൈസിൽ തന്നെ മുൻപോട്ട് പോകാനാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇപ്പോൾ ഈ ഒരു 2 റെഡ് ലൈൻ ഞാൻ വരച്ചിട്ടുണ്ട്. അത് എന്തുകൊണ്ടാണ് വരച്ചതെന്ന് ചോദിച്ചാൽ ഈ ഒരു ലാസ്റ്റ് ട്രേഡിംഗ് ഡേയിൽ ഡേ ഹൈ ആൻഡ് ഡേ ലോ എപ്പോഴും ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാൻ സാധ്യതയുണ്ട്. സോ മാർക്കറ്റിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്സ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ ഈ 2 ലൈൻസ്, ഈ 2 ഡേ ഹൈക്കും ഡേ ലോയ്ക്കും ഇടയിലുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ട്രാപ്സ് ഒക്കെ നടക്കാൻ സാധ്യതയുണ്ട്. സോ നിങ്ങളിവിടെ ക്ലോസ്ലി വാച്ച് ചെയ്യുകയാണെങ്കിൽ ലാസ്റ്റ് ട്രേഡിംഗ് ഡേയുടെ 15 മിനിറ്റ് ക്യാൻഡിൽസ് ആണ് ഞാനിവിടെ ഇട്ടേക്കുന്നത്. മാർക്കറ്റ് ഒരു ഡൗൺ സൈഡ് വന്ന ശേഷം ഒരു റിക്കവറിക്ക് ശ്രമിച്ചതായിട്ട് നമുക്കിവിടെ കാണാം അല്ലേ. 25,780 നിന്ന് ക്ലോസ് ചെയ്തപ്പോൾ 25,775 എന്ന റേഞ്ചിലാണ് ക്ലോസ് ചെയ്യുന്നത്. അതായത് മാർക്കറ്റ് റിക്കവറിക്കുള്ള ശ്രമം വെള്ളിയാഴ്ച അവസാന നിമിഷങ്ങളിൽ നടത്തിയിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കൊരു വ്യക്തമാണ്. സോ അതിൻ്റെ ഒരു സെല്ലിംഗ് പ്രഷർ, മാർക്കറ്റിന് സെല്ലിംഗ് സോൺസ് ആയിട്ട് ഞാൻ കണക്കാക്കുന്നത് 25,930 ആൻഡ് 26,080 എന്നുള്ള റേഞ്ചിലേക്കായിരിക്കും ഫസ്റ്റ് മാർക്കറ്റിൽ ഒരു സെല്ലിംഗ് സോണായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ആൻഡ് മാർക്കറ്റ് ഈ ഒരു ഏരിയ കവർ ചെയ്ത് അപ്സൈഡ് പോകുകയാണെങ്കിൽ അടുത്തൊരു സെല്ലിംഗ് സോണായിട്ട് നോക്കുന്നത് 26,300 എന്നുള്ളൊരു വലിയ സോണുണ്ട്. ആ ഒരു ഏരിയയിലായിരിക്കും ഞാൻ വലിയൊരു സെല്ലിംഗ് പ്രഷർ ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഇത്രയും ഏരിയാസ് ആയിരിക്കും ഞാൻ ഇന്ന് കവർ ചെയ്യാൻ നോക്കുന്നത്. ലൈവ് മാർക്കറ്റിൽ ഇതിൻ്റെ അപ്പുറം എന്തെങ്കിലും നടന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, ആൻഡ് അടുത്ത് നമുക്ക് ബാങ്ക് നിഫ്റ്റിയും കൂടെ നോക്കിയ ശേഷം ഇന്നത്തെ പ്രധാനപ്പെട്ട ന്യൂസിലേക്ക് പോകാം. ബാങ്ക് നിഫ്റ്റി നോക്കുമ്പോഴത്തേക്കും നമുക്ക് മനസ്സിലാവുന്ന കാര്യം, ഡേ ചാർട്ട് ആദ്യം ഇടാം. ഡേ ചാർട്ട് ഇടുമ്പോഴത്തേക്കും ഒരു ക്ലീൻ സ്ട്രക്ചർ നമുക്ക് ബാങ്ക് നിഫ്റ്റിയിൽ കാണാൻ കഴിയും അല്ലേ. ഈ ഒരു ഏരിയയിൽ നിന്നാണെങ്കിൽ, താഴത്തെ ബേസിൽ നിന്നാണെങ്കിൽ മോസ്റ്റ്ലി മാർക്കറ്റ് എത്ര % അപ്സൈഡ് പോയി? മോസ്റ്റ്ലി 9 to 10% അപ്സൈഡ് പോയാണ് മാർക്കറ്റ് അവിടെ ട്രേഡ് ക്ലോസ് ചെയ്തേക്കുന്നത്. ആൻഡ് ഈ ഒരു സ്വിംഗ് ലോയിൽ നിന്ന് നോക്കുകയാണെങ്കിൽ മാക്സിമം മാർക്കറ്റ് പോയത് ഒരു 8% അപ്സൈഡ് തന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ ഒന്ന് ശ്രദ്ധിച്ച് നോക്കുക, ലോജിക്കലി ചിന്തിച്ച് നോക്കുകയാണെങ്കിൽ ഇത്രയും വലിയൊരു അപ്സൈഡ് തന്ന ശേഷം മാർക്കറ്റ് ഒരു ചെറിയ പ്രോഫിറ്റ് ബുക്കിംഗ് നടത്തി എന്നല്ലാതെ നമുക്കിപ്പോൾ ഇവിടെ പ്രത്യേകിച്ച് അപായ സൂചനയൊന്നും നമുക്ക് മാർക്കറ്റിൽ കാണാൻ കഴിയില്ല അല്ലേ. നോക്കി, ഇത്രയും വലിയൊരു സ്ട്രക്ചർ ബേസ് അപ്സൈഡ് തന്ന ശേഷം മാർക്കറ്റ് ഒരു 3 ദിവസം സെല്ലിംഗ് നടത്തി. സോ അതൊരു അപായ സൂചനയായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട്? എനിക്ക് തോന്നുന്നില്ല. അതൊരു ഹെൽത്തി ആയിട്ടുള്ള പ്രോഫിറ്റ് ബുക്കിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. സോ അപ്പോൾ നമ്മൾ വലിയ പാനിക്കുന്ന നിലവിൽ ബാങ്ക് നിഫ്റ്റിയുടെ ഒരു ഓവറോൾ ചാർട്ടിൽ ഞാൻ കാണുന്നില്ല. ആൻഡ് 1 hourലേക്ക് നമുക്ക് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങൾ ഞാൻ പറയാം. സോ ഞാൻ പറയാം ഒരു കാര്യം അതിന് മുന്നേ നമുക്ക് ശ്രദ്ധിക്കണം. ഈ ഒരു ഏരിയാസ്, അതായത് ബാങ്ക് നിഫ്റ്റിയുടെ ഡേ ഹൈ, ലാസ്റ്റ് ട്രേഡിംഗ് ഡേയുടെ ഡേ ഹൈ ആൻഡ് ഡേ ലോ എന്തായിട്ട് വർക്ക് ചെയ്യാമെന്നാണ് ഞാൻ പറയുന്നത്? ഒരു സെല്ലിംഗ് ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ഒരു ലിക്വിഡിറ്റി ഏരിയ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഈ ഒരു സോൺസിൻ്റെ ഉള്ളിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെങ്കിൽ കൺസോൾട്ടേഷനാണ് സാധ്യത. ഓക്കെ, ഈ 2 ബ്ലൂ ലൈൻസിന് ഇടയിലാണ് നിൽക്കുന്നതെങ്കിൽ വലിയ മൂവ്മെൻ്റ് ഒന്നും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. മറിച്ച് ഈ ഏരിയാസ് ബ്രേക്ക് ചെയ്ത് പോകുമ്പോഴായിരിക്കും വലിയ മൂവ്മെൻറ്റ്സിനെ എക്സ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിക്ക് ബയേഴ്സിൻ്റെ കൺട്രോളിലാക്കാൻ പറ്റിയ സോൺസ് ആണ് ഞാൻ ഇനി പറയുന്നത്. ഏറ്റവും പ്രധാനപ്പെട്ട സോൺസ് എന്ന് പറയുന്നത് 57,270 ആൻഡ് 54,7,400
15 ഈ ഒരു റേഞ്ചിനുള്ളിലാണ് മാർക്കറ്റ് വരുന്നതെങ്കിൽ മാർക്കറ്റ് അപ്സൈഡ് പോകാനുള്ള ഒരു ടെൻഡൻസി കാണിക്കുന്നതായിരിക്കും. മറിച്ച് ഈ ഏരിയ ബ്രേക്ക് ചെയ്ത് വരികയാണെങ്കിൽ ബയേഴ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റിയ മേഖല എന്ന് പറയുന്നത് 56,800 എന്നുള്ള ഏരിയ ആയിരിക്കും. സോ ഇതൊരു ഡിമാൻഡ് സോൺ ആയിട്ട് വർക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. 56,750 ടു 56,860 ഈ ഒരു ഏരിയയിൽ ഞാൻ ഡിമാൻഡ് ഉണ്ടാവുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. സോ ഈ റേഞ്ച് എല്ലാവരും നോട്ട് ചെയ്ത് വയ്ക്കുക. ഓക്കെ, അപ്പം ബാങ്ക് നിഫ്റ്റിയിൽ അല്ലെങ്കിൽ നിഫ്റ്റിയിലെ ലെവൽസ് നമുക്ക് ലൈവ് മാർക്കറ്റിൽ ചെക്ക് ചെയ്യുന്നതാണ് നല്ലത്. കാര്യം അത് അൺപ്രഡിക്റ്റബിൾ ആണ്. കുറേയൊക്കെ നമ്മൾ പ്രിഡിക്റ്റ് ചെയ്യാമെന്ന് പറയുമെങ്കിലും കുറച്ചൊക്കെ നമ്മൾ ലൈവ് മാർക്കറ്റിൽ ഇതൊക്കെ നോക്കുന്നതായിരിക്കും ബെറ്റർ. സോ നമുക്കത് ലൈവ് മാർക്കറ്റിൽ ബാക്കി കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പിന്നെ നമ്മളിന്ന് പ്രധാനപ്പെട്ട ന്യൂസസ് കുറച്ചധികം നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. റിസൾട്ട് വന്ന കുറച്ച് സ്റ്റോക്സുകളുണ്ട്, അതിൻ്റെ റിസൾട്ട് വരാൻ പോകുന്ന സ്റ്റോക്സും ഉണ്ട്. ആദ്യം തന്നെ നമുക്കിനി റിസൾട്ട് വരാൻ പോകുന്ന സ്റ്റോക്സ് ഏതൊക്കെയാണെന്ന് പരിശോധിക്കുകയാണെങ്കിൽ പ്രധാനപ്പെട്ട പല സ്റ്റോക്സും ഇന്ന് റിസൾട്ട് വരികയാണ്. അപ്പം അതിൽ കുറച്ച് സ്റ്റോക്സ് ഞാൻ സൂചിപ്പിക്കാം. ഇൻഡസ് ടവേഴ്സ്, IOC, അദാനി എനർജി സൊല്യൂഷൻ, ബാറ്റ ഇന്ത്യ, കാനറ HSBC ലൈഫ് ഇൻഷുറൻസ് കമ്പനി, കനറ റോബക്കോ അസറ്റ് മാനേജ്മെന്റ് കമ്പനി, ചെന്നൈ പെട്രോളിയം, ഗ്ലോട്ടിസ്, JK ടയർ, KFin ടെക്നോളജീസ്, മഹീന്ദ്ര ലോജിസ്റ്റിക്സ്, മാസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ്, PNB ഹൗസിംഗ് ഫിനാൻസ്, റെയ്മണ്ട്, സോന BLW പ്രൊസിഷൻസ്, SRF, സുപ്രീം ഇൻഡസ്ട്രീസ്, ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ, തമിഴ്നാട് ന്യൂസ് പേപ്പർ ആൻഡ് പ്രിന്റേഴ്സ് വെൽത്ത് ഫണ്ട്. അപ്പം നിങ്ങൾക്കറിയാം ഈ ഒരു സ്റ്റോക്സ് എല്ലാം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. മാർക്കറ്റിൽ പ്രധാനപ്പെട്ട ട്രേഡ് ചെയ്യുന്ന സ്റ്റോക്സും ആണ്. സോ ഇന്ന് ഇതിലൊക്കെ ട്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ എൻട്രീസ് എടുക്കാൻ പോകുന്ന ആളുകളെല്ലാം ഒന്ന് വെയിറ്റ് ചെയ്യുക. റിസൾട്ട് വന്ന ശേഷം മാത്രം തീരുമാനം എടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, അപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ റിസൾട്ട് വന്ന പ്രധാനപ്പെട്ട കുറച്ച് സ്റ്റോക്സ് ഉണ്ട്. അതിലൊന്ന് കൊട്ടാക് ബാങ്ക് ആണ്. പ്രോഫിറ്റ് ലൈറ്റ്ലി ഉള്ളൊരു കുറവ് വന്നിട്ടുണ്ട്. അതിൻ്റെ നെറ്റ് ഇൻട്രസ്റ്റ് ഇൻകം കൂടിയിട്ടുണ്ട്. സോ കൊട്ടാക് ബാങ്ക് ന്യൂസിലുണ്ട് ഓൾറെഡി. ആൻഡ് ഡോക്ടർ റെഡ്ഡി പരിശോധിക്കുകയാണെങ്കിൽ പ്രോഫിറ്റിലും റവന്യൂവിലും ഒരു ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്. SBI ലൈഫ് ഇൻഷുറൻസ് കമ്പനി പരിശോധിക്കുകയാണെങ്കിൽ പ്രോഫിറ്റിലും നെറ്റ് ഇൻകത്തിലും ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ട്. കൊഫോർജ് എന്ന സ്റ്റോക്ക് പരിശോധിക്കുകയാണെങ്കിൽ പ്രോഫിറ്റിലും റവന്യൂവിലും ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കിവിടെ കാണാൻ സാധിക്കും. സെൻ ടെക്നോളജീസിൽ പ്രോഫിറ്റിൽ കുറവുണ്ടായിട്ടുണ്ട് ആൻഡ് റവന്യൂവിലും ചെറിയ കുറവുണ്ടായിട്ടുണ്ട്. ലേറ്റൻ വ്യൂ നമുക്കൊന്ന് പരിശോധിക്കാം. അതിൽ പ്രോഫിറ്റ് ഗ്രോത്ത് ഉണ്ടായിട്ടുണ്ട്, ബട്ട് റവന്യൂവിൽ ഓൾസോ അതിനുള്ള ഗ്രോത്ത് കാണിക്കുന്നുണ്ട്. സോ അതൊരു പോസിറ്റീവായിട്ട് കാണാം. നമുക്ക് 209 നിന്ന് 257.5 എന്നുള്ള റേഞ്ചിലേക്ക് 23% ഇൻക്രീസ് ലേറ്റൻ വ്യൂയിലുണ്ട്. സുപ്രീം പെട്രോ കമ്പിൽ ലൈറ്റ്ലി ഒരു നെഗറ്റീവ് ന്യൂസ് ഉണ്ട്. പ്രോഫിറ്റ് ആൻഡ് റവന്യൂവിൽ ലൈറ്റ്ലി ഉള്ള ഒരു ഡ്രോപ്പ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, SBI കാർഡ്സ് ആൻഡ് പേയ്മെൻറ്റ്സ് ആണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളിവിടെ പ്രധാനപ്പെട്ട കാര്യം SBI കാർഡ്സ് പരിശോധിക്കുകയാണെങ്കിൽ എക്സ്പെക്ടേഷൻ അനുസരിച്ച് അവർ ഗ്രോ ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല. ബട്ട് ഓവറോൾ നോക്കുകയാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂവിൽ ഗ്രോത്ത് ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് പോസിറ്റീവായിട്ട് കാണാം. ബട്ട് ഞാൻ എക്സ്പെക്ട് ചെയ്ത രീതിയിൽ അല്ലെങ്കിൽ കമ്പനി എക്സ്പെക്ട് ചെയ്ത രീതിയിലുള്ള ഗ്രോത്തോ പ്രോഫിറ്റോ ഉണ്ടായിട്ടില്ല SBI കാർഡ്സിൽ. മറിച്ച് പോസിറ്റീവായിട്ട് ക്ലോസിംഗ് ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്ക് സൂചിപ്പിക്കാം. പിന്നെ എക്ലറക്സിലാണെങ്കിൽ പ്രോഫിറ്റ് ആൻഡ് റവന്യൂവിൽ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. ഓക്കെ, അടുത്ത് ഇന്ന് പ്രധാനപ്പെട്ട ന്യൂസ് ബേസ്ഡ് സ്റ്റോക്സ് എന്ന് പറയുന്നത് NCC ഉണ്ട്. NCCക്ക് പുതിയൊരു ലെറ്റർ ഓഫ് എക്സെപ്റ്റൻസ് കിട്ടിയിട്ടുണ്ട്. അതൊരു വലിയ പ്രൊജക്റ്റാണ് കിട്ടിയിരിക്കുന്നത്. 6,828 കോടിയുടെ ഒരു പ്രൊജക്റ്റാണ് കിട്ടിയിരിക്കുന്നത് ജാർഖണ്ഡിലെ ഒരു കോൾ പ്ലാന്റുമായിട്ട് ബന്ധപ്പെട്ട്. പിന്നെ വിക്രാൻ എഞ്ചിനീയറിംഗിന് പുതിയൊരു ഓർഡർ കിട്ടിയിട്ടുണ്ട്. 354 കോടിയുടെ ഒരു ഓർഡറാണ് കിട്ടിയിട്ടുള്ളത്. റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഒരു ന്യൂസ് ഉള്ളതെന്ന് പറയുന്ന റിലയൻസ് ഇൻഡസ്ട്രീസും റിലയൻസിൻ്റെ ഒരു ഇൻകോപ്പറേറ്റ് നടത്തുന്ന റിലയൻസ് എൻ്റർപ്രൈസ് ഇൻ്റലിജൻസ് എന്ന കമ്പനിയും ചേർന്ന് ഒരു ജോയിൻറ്റ് വെഞ്ചർ കമ്പനി തുടങ്ങാൻ പോകുന്ന കാര്യങ്ങൾ ന്യൂസ് ആയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കമ്പനികളെല്ലാം ശ്രദ്ധിക്കുക. പിന്നെ ന്യൂസ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഇതെന്ന് പറഞ്ഞാൽ റെയിൽടെൽ കോർപ്പറേഷനാണ്. ഇപ്പം ബീഹാർ എഡ്യൂക്കേഷൻ പ്രൊജക്റ്റുമായിട്ട് ചേർന്ന് ഇവർ നടത്താനിരുന്ന ഒരു പ്രൊജക്റ്റ്, ഇപ്പം കേരളത്തിലൊക്കെ ചർച്ച ചെയ്യുന്ന PM ശ്രീയുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രൊജക്റ്റ് റെയിൽടെൽ കോർപ്പറേഷന് കൊടുത്തിരുന്നു. അപ്പോൾ ആ ഒരു എന്താ പറയുക ഓർഡർ കമ്പനി, അതായത് ബീഹാർ ഗവൺമെൻറ് പിൻവലിച്ചു എന്നുള്ള ഒരു ന്യൂസ് വരുന്നുണ്ട്. സോ അതൊരു നെഗറ്റീവ് ന്യൂസായിട്ട് റെയിൽടെൽ കോർപ്പറേഷന് വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ PTC ആണ്. PTCക്ക് ഒരു ന്യൂസ് ഉള്ളതായിട്ടുള്ളത്, കമ്പനി ഹാസ് റിസീവ്ഡ് എ പർച്ചേസ് ഓർഡർ ഫ്രം ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് എന്നുള്ള ഒരു കമ്പനിയിൽ നിന്ന് ഒരു പർച്ചേസ് ഓർഡർ ഉണ്ടായിട്ടുണ്ടെന്നുള്ള ന്യൂസ് PTC ഇൻഡസ്ട്രീസിന് നിലവിലുണ്ട്. ഓക്കെ, പിന്നെ ഡോക്ടർ ലാൽപത് ലാബിന്റെ ബോർഡ് മീറ്റിങ്ങിന്റെ കാര്യങ്ങൾ മാർക്കറ്റിൽ അലവലികൾ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. ഓരോ ന്യൂസുകൾ പുറത്തു വരാമല്ലോ. പിന്നെ പ്രധാനപ്പെട്ട ന്യൂസ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഹുഡ്കോയ്ക്ക് ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹുഡ്കോ ഒരു നോൺ ബൈൻഡിങ് മെമ്മോറാൻഡം സൈൻ ചെയ്തതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസ് വന്നിട്ടുണ്ട്. അപ്പോൾ ഹുഡ്കോയിൽ അതൊരു പോസിറ്റീവ് നോട്ടായിട്ട് വരാൻ സാധ്യതയുണ്ട്. സോ
ആൻഡ് ഇത്രയും കുറച്ച് സ്റ്റോക്സ് ഇത്രയും അധികം ന്യൂസസ് ഉള്ളത് ഒരു ശനി ഞായറും കഴിഞ്ഞുകൊണ്ടാണ് ഇത്രയും ന്യൂസസ് ഉള്ളത്. സോ നമ്മളിന്ന് തിങ്കളാഴ്ച ദിവസങ്ങളിൽ പൊതുവേ മാർക്കറ്റിൽ ഒരുപാട് എന്താ പറയുക അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള മൂവ്മെന്റ്സ് ഒക്കെ മേ ബി നടക്കാം. സോ ഒന്ന് കെയർഫുൾ ആയിട്ട് മാത്രം ട്രേഡ് ചെയ്യുക. പിന്നെ ഒരാൾ ചെക്ക് ചെയ്യാൻ പറഞ്ഞ സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രീസ് ആണ്. ഇപ്പോൾ റിലയൻസ് ഇൻഡസ്ട്രീസിൻ്റെ ഓവറോൾ സ്റ്റോക്ക് ഞാനൊന്ന് പരിശോധിച്ചിരുന്നു. ഇപ്പോൾ റിലയൻസ് നോക്കുകയാണെങ്കിൽ തന്നെ റിലയൻസ് നിങ്ങൾ കണ്ടേ ഒരു ഡൗൺ സൈഡ് വന്ന ശേഷം എത്ര % മൂവാണ് റിലയൻസ് തന്നതെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഒരു ഡൗൺ സൈഡ് തന്ന ശേഷം മോസ്റ്റ്ലി ഒരു 40% മൂവ്മെന്റ് റിലയൻസ് അപ്സൈഡ് തന്നു. അതിനുശേഷം എത്ര % കറക്റ്റ് ചെയ്തു? 13% റിലയൻസ് കറക്റ്റ് ചെയ്തു. ആൻഡ് ഏത് ഭാഗത്താണ് സെല്ലിംഗ് പ്രഷർ നേടുന്നതെന്ന് ചോദിച്ചാൽ റിലയൻസ് 1550 എന്നുള്ള റേഞ്ചിലാണ് റിലയൻസ് സെല്ലിംഗ് പ്രഷർ നേരിടുന്നത്. സോ മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ ട്രേഡ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഒരു 1451 എന്നുള്ള റേഞ്ചിലാണ്. ഇനി ഒരു എന്താ പറയുക 5% മൂവ്മെന്റിന്റെ അപ്സൈഡ് മൂവ്മെന്റ് പെൻഡിങ് ആണ് മാർക്കറ്റ് റിലയൻസിൽ. സോ ഇവിടുത്തെ ഓവറോൾ സ്ട്രക്ചർ നോക്കുകയാണ് റിലയൻസ് ഒരു ബുള്ളിഷ് സ്ട്രക്ചറിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയാണ്. ആൻഡ് നമുക്ക് ഇവിടെ റീസെന്റ് ആയിട്ടുള്ള ഒരു പ്രൈസ് ആക്ഷൻ പരിശോധിക്കുകയാണെങ്കിൽ റിലയൻസിന്റെ ഒരു ഓവറോൾ പ്രൈസ് ആക്ഷൻ പോസിറ്റീവ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഒരു സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്ന ഒരു മൈനർ സോൺ എന്ന് പറയുന്നത് 1420 ആൻഡ് 1420 കഴിഞ്ഞ റിലയൻസ് വളരെ സക്സസ്ഫുൾ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നിങ്ങളിവിടെ നോക്കുകയാണെങ്കിൽ അറിയാം വളരെ എന്താ പറയുക വോളിയത്തോടു കൂടി റിലയൻസ് ആ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തത് കൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പോസിറ്റീവ് മൈൻഡ് സെറ്റിൽ റിലയൻസിനെ സമീപിക്കാവുന്നതാണ്. ഒരു റീടെസ്റ്റ് സോൺ എന്ന് പറയുന്നത് 1400 റേഞ്ചാണ്. ഓക്കെ, അപ്പോൾ ആ ഏരിയ വരെ റീടെസ്റ്റ് ചെയ്യുമെന്നുള്ള കാര്യം സംശയമുണ്ട്. കാര്യം റിലയൻസ് അത്രയും സ്ട്രെങ്ത് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് കാണിക്കുന്നുണ്ട്. ഓക്കെ, അതിൻ്റെ എന്തായാലും റെസിസ്റ്റൻസ് ഒരു സെല്ലിംഗ് സോൺ ഈ ഒരു ഏരിയ ആയിട്ട് വരാം. ഒരു റെസിസ്റ്റൻസ് എന്ന് നമുക്ക് പറയാം, സെല്ലിംഗ് സോൺ എന്ന് പറയുന്നില്ല. കാര്യം ഈ ഒരു മൊമെന്റത്തിൽ മേ ബി ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. സോ ഒരു റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് 1550 റേഞ്ച് ഈ ഒരു ഏരിയ റെസിസ്റ്റൻസ് വരുന്നത്. ആൻഡ് ഒരു സപ്പോർട്ട് റേഞ്ച് വരുന്നത് ഇതാണ്. ഇതൊരു നല്ല സപ്പോർട്ട് റേഞ്ച് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത് നിലവിൽ. കാര്യം അത്രയും ഒരു ബൈയിങ് പ്രഷർ റിലയൻസിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ടെന്ന് നമുക്ക് ചാർട്ട് നോക്കുമ്പോൾ വ്യക്തമാണ്. ഓക്കെ, അപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റോക്സ് നിങ്ങൾക്ക് പരിശോധിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഞാൻ വരുന്ന ദിവസങ്ങളിൽ അല്ലെങ്കിൽ ഇന്ന് വൈകിട്ട് തന്നെ അടുത്ത വീഡിയോസിൽ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാനിന്ന് വീഡിയോ അവസാനിപ്പിക്കുകയാണ് പ്രീ മാർക്കറ്റ് സെഷൻ. അപ്പോൾ എല്ലാവർക്കും ഹെൽപ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഒരു പോസ്റ്റ് മാർക്കറ്റ് വീഡിയോ ആയിട്ട് വൈകിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു.